എത്രത്തോളം പേർക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് പേയ്മെൻറ്റ് മെത്തേഡ് കാര്യങ്ങളൊക്കെ വേറെ ടൈപ്പാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ജിമ്മിയെ നമ്മളിവിടെ വാഷ് ചെയ്യാമെന്നൊക്കെയാണ് നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ. സോ ഇതിങ്ങനെ ടയറൊക്കെ ഊരാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. സോ ഒരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആക്കി വയ്ക്കും, ഇങ്ങനെ കഴുകാൻ വയ്ക്കും. നമ്മൾ ഡ്രിഫ്റ്റ് കാർ ഇട്ടിരിക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് സെറ്റ്. ഇങ്ങനെ ഓഫ് റോഡൊക്കെ ഇങ്ങനെ കളിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ലെവലായിട്ടാണ്. ഇനി ഇവനെ കൊണ്ട് നമുക്ക് ഓഫ് റോഡ് പോകണം. കണ്ടാ ഇത് കണ്ടാ സിമ്പിളായിട്ടാണ് സംഭവം കയറുന്നത്. ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ജിംനി ഓർഡർ ചെയ്തിട്ടുണ്ട്. സുസുക്കി ജിംനി 4x4 ആണ് ഐറ്റം. സോ ഇത് ഒരുപാട് പേരായിട്ട് പറയാണ് ഒരു ഓഫ് റോഡ് വണ്ടി, കംപ്ലീറ്റ് ഓഫ് റോഡ് വണ്ടി വാങ്ങാനായിട്ട്. സോ ഞാൻ ആദ്യം നോക്കിയത് പജേറോ ആണ്. അപ്പോൾ പജേറോ ഞാൻ ഓർഡർ ചെയ്യും വൈകാരം തന്നെ. അപ്പോൾ അതിനേക്കാൾ മുമ്പ് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റാണ് നമ്മുടെ സുസുക്കി ജിംനി എന്ന് പറയുന്നത് 4x4 ഐറ്റാണ്. സോ ഒരുപാട് നാളെ ഇത് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. സോ ഞാൻ ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്യണ പോലെ തന്നെ ബാങ്കുഡ് വഴിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സുസുക്കി ജിംനിയുടെ വീഡിയോ, അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്, RC കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോക്ക് 5K ലൈക്ക് കിട്ടുകയാണെങ്കിൽ പജേറോ RC വാങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ വേഗം പോയിട്ട് നമ്മുടെ ജിമ്മിന് എടുത്തിട്ട് വരാട്ടാ. അപ്പോൾ നമ്മുടെ ഐറ്റം ദേ വന്നു. എൻ്റെ മോനെ സീന് സുസുക്കി ജിംനി എന്നൊക്കെ എഴുതി കാണാൻ പറ്റും. ഈ ഒരു കളറാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സും കാര്യങ്ങൾ സൈഡിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം ഉണ്ട്, ബാക്കിൽ ഓടിക്കുന്നത്. ഇതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം, എന്നാലും ഇത് കിട്ടുള്ളൂ. പിന്നെ 14 വയസ്സിന് മേലുള്ളവർക്കാണ് ഇത് ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് ഒരു പറഞ്ഞേക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്, 1:16 സ്കെയിലാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വന്നേക്കുന്നത്. വാവ്, സീൻ ഐറ്റം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇത് വാങ്ങണം എന്നുള്ളത്. അപ്പം അങ്ങനെ അവസാനം നമ്മുടെ ജിംനി നമ്മുടെ കയ്യിലെത്തിരിക്കുകയാണ്. വാങ്ങിക്കുന്നത് നമ്മുടെ ജിംനിയുടെ ഒരു ലോ ആൻഡ് വെർഷനാണ്. ഇതിൻ്റെ പ്രോ വെർഷൻ ഉണ്ട്. പ്രോ വെർഷനിൽ ഡെഡിക്കേറ്റഡ് ആയ ബ്രേക്കും കാര്യങ്ങളൊക്കെ വരും. ഇത് നമ്മുടെ സുസുക്കിന്ന് കയ്യിൽ കാണാൻ പറ്റും. ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക്. സോ ഇതിൻ്റെ നമ്മുടെ സുസുക്കിയുടെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണ്. കാണാൻ സുസുക്കി ജിംനിയുടെ RC ടോയ് എന്ന് പറയുന്നത്. ഇവിടെയും സുസുക്കി ജിംനി എന്നൊക്കെ ഇത് കാണാൻ പറ്റും. പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് നമ്മുടെ ഐറ്റം അൺബോക്സ് ചെയ്യാനായിട്ട്. ഇവിടെ ഇത് വന്നിട്ടുണ്ട്, നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇരിക്കണം നമ്മുടെ ജിംനി ബാക്ക് കാണിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രോ വെർഷനിൽ ഈ കാണുന്ന ഇതൊക്കെ ശരിക്കും വർക്കാവുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ. സോ എന്തായാലും നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നൈസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പെട്ടി വന്നിട്ടുണ്ട് ആദ്യം. അതിനുശേഷം നമ്മുടെ റിമോട്ട് കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജിംനി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഓക്കെ, എനിക്ക് ഈ സാധനം പൊട്ടിക്കാൻ അങ്ങനെ പൊട്ടിച്ചളിയാൻ നല്ല ഇഷ്ടമായിട്ടാണ്. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു യൂസർ മാനുവൽ കണ്ടോ. ഇതേപോലത്തെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ജിമ്മി നമ്മൾ ഫുള്ളായിട്ടൊന്ന് പൊള്ളിക്കാൻ പോവുകയാണ്. മോനെ സീന്. ഇവിടെ നമ്മുടെ സുസുക്കിയുടെ സിമ്പലും കാര്യങ്ങളും കാണാൻ പറ്റും നിങ്ങൾക്ക്. മോനെ 1:16 സ്കെയിലാണ് ഇതിൻ്റെ ഇത് വന്നിക്കുന്നത്. വലിപ്പം വന്നിക്കുന്നത് ചെറിയൊരു വണ്ടിയാണ്. പിന്നെ ഷോക്കപ്പും കാര്യങ്ങളുണ്ടാ. ബാക്കിത്തെ 4x4 ആണ്. കണ്ട ഷോക്കപ്പൊക്കെ സീന്. ഇതൊക്കെ കിടന്ന് കറങ്ങും കേട്ടോ. വേറെ ലെവലായിട്ടാണ്. നമുക്ക് ഡോറൊക്കെ അങ്ങനെ തുറക്കാൻ പറ്റും. കാണിച്ചു തരാം നമുക്ക്. കണ്ടാ ഡോറൊക്കെ തുറന്നതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും. മോനെ എന്താ ഡീറ്റെയിലിങ്. നമുക്ക് എല്ലാ ഡോറും തുറക്കാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇത് കാണാൻ പറ്റും. ഇത് എഞ്ചിനല്ല, ഇത് ഇവിടെ അമർത്തി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി ഓണാക്കാൻ പറ്റും. അതാണ്. പിന്നെ എൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ബാക്കിലാണ് എൻ്റെ ബാറ്ററി വയ്ക്കാനുള്ള സ്ഥലം വന്നിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഐറ്റം. മിറേഴ്സൊക്കെ നമുക്ക് തുറന്നു വിടാം അങ്ങനെ. നൈസാണ്. ഇനി നമുക്ക് ഈ ഒരു പെട്ടി തുറക്കാം. ഇതിൻ്റെ ഉള്ളിൽ ആയിരിക്കും മിക്കതും എൻ്റെ ബാറ്ററിയും കാര്യങ്ങളും നോക്കുന്നത്. നൈസ് ഗൈസ്. ഇതിൻ്റെ ബാക്കിൽ വയ്ക്കാനുള്ള ടയറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ക്രൂ ഡ്രൈവറും പിന്നെ എൻ്റെ ടയർ ടൈറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. കുറച്ച് സ്ക്രൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗൈസ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഒരു 500 mAh ബാറ്ററിയാണ്. ഒരു ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മുടെ ഈ ബാറ്ററി ചാർജ് ചെയ്യേണ്ടത് C ടൈപ്പ് കേബിൾ വെച്ചിട്ടാണ്. ഇവിടെ തുറന്ന ചാർജ് ചെയ്യാൻ പോർട്ടോട് വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ്. റിമോട്ട് കൺട്രോൾ ഇവിടെ എടുക്കുന്നുണ്ട്. സോ വാവ് ഗായ്സ്, ഇതായിരിക്കുന്നു നമ്മുടെ റിമോട്ട്. വാവ് സീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലോ നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ പെട്ടിയും കാര്യങ്ങളും കണ്ടില്ല നിങ്ങൾ. സോ സെയിം കളറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അടിപൊളി, നൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ മേലത്തെ കുറച്ച് ഫിറ്റിംഗ്സ് ഉണ്ട്. ഈ ബാക്കിൽ ടയറും കാര്യങ്ങളും വെക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പരിപാടികളുണ്ട്. അതൊന്ന് ഫസ്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ ഈ യൂസർ മാനുവൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ടയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കണ്ട നല്ല ഇങ്ങനെ അമങ്ങണ ടയറാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി നമ്മുടെ ഈ കാണുന്ന
ദേ ഈ ഒരു ടയർ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവുക. ഏകദേശം നമ്മുടെ ടയർ ഫസ്റ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഐറ്റം വരും. ഈ ഒരു ഐറ്റം ആദ്യം ഇവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ടയർ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വെക്കാനായിട്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ കാണുന്ന ഒരു ഐറ്റം ഈ സ്ക്രൂ ഇതിൻ്റെ ഒപ്പം തന്നിട്ടില്ല, അത് വെച്ചിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 4 സ്ക്രൂ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ടയർ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു സെപ്പറേറ്റ് വേറെ സ്ക്രൂ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ഒന്ന് ഫിറ്റ് ചെയ്യണം. ഗൈസ് അപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ടയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് അടയ്ക്കാൻ തുറക്കാനൊക്കെ പറ്റും. ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു കുളത്ത് കാണാൻ പറ്റും. ഈ സംഭവമാണ് നേരത്തെ ഒരു വണ്ടീനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഈ കാണുന്ന ബാറ്ററി വെച്ച് കൊടുക്കാം. വെക്കാനൊന്നും ഇല്ല, ഇതുപോലെ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അവിടെ ഇരുന്നു സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിയേക്കാളും കുറച്ചുകൂടിയും പ്രോ വേരിയൻറ്റിൽ വരുന്നത് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ കാണുന്ന റിമോട്ടൊന്നും അല്ല, അതിൽ എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സ് ഉള്ള റിമോട്ടൊക്കെയാണോ എന്നല്ല. ഇതിൽ നമ്മൾ സിമ്പിളാണ്, ഇതിൽ കുറച്ച് ഫംഗ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമാണ് ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടിയുടെ പണികൾ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, ഈ കാണുന്ന ഒരു ആൻറ്റിനെ പോലത്തെ. അത് വേണമെങ്കിൽ ഇവിടെ വെച്ച് കൊടുക്കാം, അത് ഒട്ടിച്ച് വയ്ക്കാനുള്ളതാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ സ്റ്റിക്കേഴ്സ് ഒന്ന് ഒട്ടിക്കാനുള്ളതാണ്. ഇത് വലിയ പരിപാടിയൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. ഈ കാണുന്ന നമ്പർ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് കണ്ട ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നൈസ് ഓക്കെ. അത് ഫുള്ള് സ്റ്റിക്കർ ഞാൻ ഒട്ടിക്കാനൊന്നുമില്ല, ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ 4 Hour വിന്നൊന്ന് ഒട്ടിച്ചു, പിന്നെ ഇവിടുത്തെ ഒരു സംഭവം ഒട്ടിച്ചു, ഇപ്പുറത്ത് ഒട്ടിച്ചു, പിന്നെ ബാക്കിലും ഫ്രണ്ടിലും നമ്പർ പ്ലേറ്റ് ഒട്ടിച്ചു. ഇത്ര മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. സംഭവം ഇനി ഓടിച്ച് നോക്കാം. പിന്നെ നമ്മുടെ ഈ കാണുന്ന ഇതിൽ ഇടേണ്ട ബാറ്ററി എന്ന് പറയുന്നത് ഇതുപോലത്തെ മറ്റേ സാധാ റിമോട്ടിൽ ഇടുന്ന ബാറ്ററി ഉണ്ടല്ലോ, അതാണ് ഇടേണ്ടത്. ഇത് അങ്ങനെ ഓരോന്ന് ജസ്റ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ബാറ്ററി കയ്യിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൺ ആക്കുമ്പോൾ അതേണ്ട ഇവിടെ ഓൺ ആയിട്ടുണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു ലൈറ്റ് കത്തുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ജിംനിയിൽ ഇവിടെ തുറക്കുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് കാണാൻ പറ്റും. ഇത് അമർത്തി പിടിക്കുമ്പോൾ വേണ്ട ലൈറ്റ് എത്തുന്നത്. ഓ സെറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടി വർക്കിംഗ് ആയി. ഇനി ഇത് പെയർ ആവണം. ഗൈസ് അപ്പോൾ നമ്മുടെ ഇതിവിടെ പച്ച ലൈറ്റ് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് ഓൺ ആയിട്ടുണ്ട്, കാണാൻ പറ്റും കണ്ടാ. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റിൽ ഓടിക്കാനുള്ളൊരു വണ്ടിയല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കണ്ടാ. ടയറൊക്കെ സീന് ഇത് ബാക്ക് സീന്. ഗായ്സ് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ ഓടിക്കാൻ പോവാണ്. സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. നമ്മുടെ 4x4 നമ്മുടെ സുസുക്കി ജിംനി അവിടെ വെച്ചിട്ടുണ്ട്. സാധനം കിഡിലാണ് എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റിലൊന്നല്ല പോവുക, പക്ഷേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു പവറുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സോ ഈ ബോർഡിൻ്റെ മേലെ കൂടെ കയറ്റാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് കയറാൻ പറ്റുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പവർ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഇത് കയറോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവനെ കയറ്റാൻ പോവാണ്. ഓ വാവ് ഗായ്സ്, അപ്പോൾ സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാ സംഭവം സ്റ്റില്ലായി നിന്നോളും. അതൊരു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മറ്റേ വണ്ടികൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് നിലത്തി പോവുമല്ലോ, ഇതിനൊരു ഓട്ടോമാറ്റിക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാ സാധനം സിമ്പിളായിട്ടാണ്. ഇത് ഇത്രയും ഹൈറ്റിൽ വെറുതെ സിമ്പിളായിട്ട് കയറിപ്പോയി. ഇനി ഇവനെയും കൊണ്ട് നമുക്ക് ഓഫ് റോഡ് പോകണം. കണ്ടാ ഇത് കണ്ടാ സിമ്പിളായിട്ടാണ് സംഭവം കയറുന്നത്. കയറിയിട്ട് അവിടെ നിൽക്കും, ഉരുണ്ട് ഇറങ്ങുന്നില്ല. ഈ കാണുന്ന ഡ്രിഫ്റ്റ് കാറിൻ്റെ പോലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സംഭവം അല്ല ഇത്. ഇതിൻ്റെ എഞ്ചിനല്ല, അതിൻ്റെ ഉള്ളിലെ മോട്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഭയങ്കരമായിട്ട് പിടിച്ച് കയറാൻ പറ്റുന്ന ഒരു ടൈപ്പ് സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ സോ ഈ ഒരു കാറൊന്നും അതിന് മേലെ കയറാൻ പറ്റില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവനെയും കൊണ്ട് ചെറിയൊരു ഓഫ് റോഡ് പോകുന്നത് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ പറമ്പിൽ പോയിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. പുള്ളിക്കാരൻ്റെ കപ്പാസിറ്റി എന്തോന്നുണ്ട് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റൂട്ടോ. പിന്നെ നമ്മുടെ ജിംനിയുടെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊന്നും കത്തില്ല, ഫ്രണ്ടിലത്തെ ഈ ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാൻ പോകുന്നതിൻ്റെ അടിഭാഗത്താണ്. അടിഭാഗത്ത് നിങ്ങൾ നോക്കിക്കോ, കണ്ടാ ഇവിടെ ഒരു ആക്സിലുണ്ട്. ആ സംഭവം അങ്ങനെ കിടന്ന് ഇറങ്ങും. നൈസ്. അപ്പോൾ നമ്മൾ ഈവനിങ് കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്, പറമ്പിൽ ഓഫ് റോഡ് കളിക്കാൻ വന്നൊക്കെയാണ്. ഞാൻ അതിൻ്റെ മേലെ ക്യാമറ വെച്ചിട്ട് കാണിച്ചിട്ടാ. അപ്പോൾ ക്യാമറയുടെ വെയിറ്റ് വെച്ചിട്ട് പുള്ളിക്കാരൻ പോകാൻ നോക്കാം. കണ്ടാ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടാ ഇതിനുള്ളിൽ കൂടെ ഒക്കെ സിമ്പിളായിട്ട് പോണത്. വാവ് നൈസ്. ഞാനിപ്പോൾ ചെയ്യാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെ പരമാവധി അവിടെ ഇട്ടിട്ട് കളിപ്പിക്കാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് പെട്ടിക്കാണ് പുള്ളി. കണ്ടാ ഫുള്ള് ഇലയായതുകൊണ്ട് ഇങ്ങനെ ആ ടയർ മാത്രം അതിൻ്റെ മേലെ കിടന്ന് കറങ്ങാണ്.
ഗ്രിപ്പ് കിട്ടണില്ലല്ലോ ഉണ്ടാ. പക്ഷെ അവിടെ നിന്നൊക്കെ പുള്ളി പോരും. ആ ഒരു കാണണം മല കയറ്റാൻ അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്ന് കാണാൻ പറ്റും. ഫുള്ള് ഈ ഇലകളായതുകൊണ്ട് ഭയങ്കര സീതിനാണ് കയറാനായിട്ട്. പക്ഷെ നമ്മൾ കയറ്റും, അതാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. ആ കയറ് 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 കയറ്. ഓ ഓ ഓ ഓ ഓ ഓ ജാതി വൈബാണ് കേട്ടോ ഇങ്ങനെ കളിക്കാനായിട്ട്. മോനെ കയറ് 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 കയറ്. നമ്മുടെ ഇപ്പോൾ ഫസ്റ്റത്തെ ട്രൈ ചെറുതായിട്ടൊന്ന് പാളി. പക്ഷേ നമ്മൾ വീണ്ടും ഇവനെ ഇവിടെ നിന്ന് ഫസ്റ്റ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വിടാൻ പോവാണ്. അവൻ കയറും ഉറപ്പാണ്. ഞാൻ അല്ലെങ്കിൽ അവനെ കയറ്റും. കയറ് 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 കയറ്. അതന്നെ കയറ് 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 കയറ്. ഏടാ മോനെ, ഞാൻ പറഞ്ഞില്ലേ കയറ്റെന്ന് പറഞ്ഞാൽ കയറ്റിയിരിക്കും. അത് എവിടെ നിന്നാണെങ്കിലും. അപ്പം അതിനുള്ള കപ്പാസിറ്റി പുള്ളിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വാവ്, കുറച്ചുകൂടി സൈസ് ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു കളിക്കാനായിട്ട്. എല്ലാത്തരം ചപ്പും ചവറിൻ്റെ ഇടയിൽ കൂടെ പുള്ളിക്ക് പൂക്കോളും. അപ്പോൾ നമ്മൾ ചെറിയൊരു ഹൈറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ അതിൻ്റെ മേലെ കയറ്റാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടാന്ന് തോന്നുന്നു. കാരണം ഫുള്ള് കല്ലും മണ്ണും, ഇലകളല്ല ഫുള്ള് കല്ലാണ്. അപ്പം കയറുമെന്ന് അറിയില്ല. വാവ്, സിമ്പിളായി കയറിപ്പോയി. ഇങ്ങനെ ഓഫ് റോഡൊക്കെ ഇങ്ങനെ കളിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ലെവലായിട്ടാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ താറ് മോഡലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ജിമിനി ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഐറ്റം. അപ്പോൾ നിങ്ങൾ താറിൻ്റെ ഫാൻസ് ആണെങ്കിൽ താറിൻ്റെ RC എനിക്കറിയില്ല, കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് കമൻറ്റ് അടിക്കുക അടുത്ത താറിൻ്റെ RC വാങ്ങണമെങ്കിൽ. എന്തായാലും ഞാൻ പജറോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒരു 5K ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ പജറോ വാങ്ങുന്നത് പറഞ്ഞിട്ടുണ്ട്. സോ മാക്സിമം ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ ഐറ്റം വേറെ ലെവലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടാ ഒരുപാട് നേരം ബാറ്ററിയും നിൽക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ എന്താ ചാർജ് ചെയ്താൽ മതി, ബാറ്ററി നിൽക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ റേറ്റ് വന്നിരിക്കുന്നത് വെറും 4300 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അതും ഞാൻ ബാങ്കുടിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞാൻ താഴത്തെ ലിങ്ക് കൊടുക്കാം. പക്ഷെ എത്രത്തോളം പേർക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് പേയ്മെൻറ്റ് മെത്തേഡ് കാര്യങ്ങളൊക്കെ വേറെ ടൈപ്പാണ്. ഓക്കെ, ക്യാഷ് ഓൺ ഡെലിവറി കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് നമ്മുടെ ഓൺ റിസ്കിൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്യണം. ഇത് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലം പറ്റുകയാണെങ്കിൽ നമുക്ക് ഇത് റിട്ടേൺ അയക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എനിക്ക് വന്നതിൽ വലിയ കുഴപ്പമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് ഓർഡർ ചെയ്യുന്നത്. സംഭവം കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഒരു വട്ടം കൂടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓഹോ നൈസ്. റിവേഴ്സ് എടുത്തിട്ട് സംഭവം കയറാൻ നോക്കട്ടെ കേട്ടോ. അയ്യോ സിമ്പിളായിട്ട് കയറി വരുന്നുണ്ട്. റിവേഴ്സും ഓ ഈ കുഴിയിൽ നിന്ന് ഇനി കയറാൻ പറ്റുമോ? അതിൽ നിന്നും കയറി. ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ ക്യാമറ നമ്മൾ ഇതുപോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. ഇതിനി അതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും കേട്ടോ. സോ അവനെ പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പോവാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി നമ്മുടെ ക്യാമറ ഫിറ്റ് ചെയ്തൊക്കെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് ഓഫ് റോഡ് വിഷ്വൽസും കാര്യങ്ങളും ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക്. ആ ഫ്രണ്ടിലത്തെ വെയിറ്റ് വെച്ചിട്ടാണ് പുള്ളി പോണത്. അപ്പോൾ നമ്മുടെ വണ്ടി സംഭവം അടിപൊളിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. വെയിറ്റ് എടുത്തിട്ടാണ് പോണത്. അത്യാവശ്യം ആ ക്യാമറ നല്ല വെയിറ്റ് ഉണ്ട്. എന്നിട്ടും നമ്മുടെ അവൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഈ ജിമ്മിയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ കൺട്രോൾ കഴിഞ്ഞിട്ട് അടിപൊളി വണ്ടിയാണ്. നൈസാണ് ഐറ്റം. സോ ഇത് 1:16 സ്കെയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിങ് ഒക്കെയാണ് എനിക്ക് ഇനി മോട്ടിവേഷൻ അടുത്തത് മേടിക്കാനായിട്ട്. സോ മാക്സിമം കമൻറ്റ് അടിക്കുക, അടുത്ത എന്ത് വാങ്ങാമെന്നൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തതിൽ ഞാൻ പജാറ് കൊണ്ടുവരുന്നതായിരിക്കും 5K ലൈക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.